നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് ഒരു ഫാം ആരംഭിച്ചത് 1911-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 112 വർഷം പിന്നിടുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാം കൂടിയാണ് അത്. 200ഓളം പൂവാലികൾ. കവടിയാർ കൊട്ടാരത്തിനെ പാൽ കുടിപ്പിക്കുവാൻ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് അനന്തപുരിയുടെ പാൽക്കുടമായി മാറുന്നു. പൂവാലികളും സൂകരവൃന്ദവും മുയൽക്കുട്ടന്മാരും എല്ലാം ചേർന്ന ഒരു ജൈവമണ്ഡലം. തിരുവനന്തപുരത്തെ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നിന്നും ഇത്തവണ കാണാം ഹരിതം സുന്ദരം. (1885) മുതൽ 1924 വരെ, കൃത്യമായി പറഞ്ഞാൽ 39 വർഷങ്ങൾ തിരുവിതാംകൂറിൻ്റെ സുവർണകാലമായിരുന്നു. ശ്രീ പത്മനാഭദാസൻ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു ഇക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ്. അദ്ദേഹം 1911 ആരംഭിച്ച ഫാമാണ് ഇന്ന് ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാമായി മാറിയിരിക്കുന്നത്. 112 വർഷങ്ങൾ പിന്നിടുന്നുണ്ട് ആ ചരിത്രം. രാജഭരണത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാം. 99 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന അക്കാലം ഒരു ചരിത്രമാണ്. ഇന്നിപ്പോൾ അത് ചുരുങ്ങി 18.25 ഏക്കറായി മാറി. എങ്കിലും പൂവാലികളും പന്നികളും മുയൽക്കുട്ടന്മാരും ആടുകളും ഒക്കെ ചേർന്ന വലിയൊരു ജീവസമൂഹം ഇന്നും ഇതിലുണ്ട്. (1911) രാജാവ് ഫാം ആരംഭിച്ചെങ്കിലും അന്ന് ഇത് ഒരു കൃഷി ഫാം മാത്രമായിരുന്നു. പിന്നീട് 1939 മുതലാണ് കാലികളെ കൂടി ഉൾപ്പെടുത്തി ഫാം വിപുലീകരിച്ചു. കവടിയാർ കൊട്ടാരത്തിൽ പാൽ കൊടുക്കുവാൻ വേണ്ടിയാണ് കാലികളെ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇന്നിപ്പോൾ അതിൻ്റെ സംഖ്യ 200ഓളം വരുന്നുണ്ട്. 1952 ആയപ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് ഈ ഫാം ഏറ്റെടുത്ത് ജില്ലാ കന്നുകാലി ഫാമാക്കി മാറ്റുകയായിരുന്നു. അതൊക്കെ ഒരു ചരിത്രം. രാജകീയ വാസ്തുശില്പ മാതൃകയിലാണ് ഈ ക്യാമ്പസിനുള്ളിലെ എല്ലാ കെട്ടിടങ്ങളും. ഓഫീസ് സമുച്ചയത്തിലും കാലിക്കൂടാരങ്ങളിലുമെല്ലാം ആ വാസ്തുശില്പ ചാതുരി പ്രതിഫലിക്കുന്നുണ്ട്. രാജാവ് നിർമ്മിച്ച കാലിക്കൂടാരത്തിന് നടുവിൽ നിൽക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന ചരിത്രത്തിൻ്റെ ആത്മഹർഷം ആരിലും വേരോടും. ഇവിടെ നോക്കിയാൽ കാണാം, മച്ചും അതോടൊപ്പം തറയും എല്ലാം തന്നെ രാജകീയ വാസ്തുശില്പ മാതൃകയിലാണ്. തടിയിലാണ് മിക്കതും തീർത്തിരിക്കുന്നത്. നമുക്കറിയാം, വായു അനായാസേന ഒഴുകിപ്പോകേണ്ട രീതിയിൽ കൂടാരം നിർമ്മിക്കണമെന്ന് അന്നേ ആരും പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നില്ല. ഇപ്പോൾ കാലത്തിനനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പൈക്കൾക്ക് ക്ലേശരഹിതമായി നിൽക്കാൻ പാകത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഫാം അധികൃതർ. മുഖത്തോട് മുഖമാണ് പൈക്കളുടെ നിപ്പ്. 200ഓളം വരും പൂവാലികളുടെ സംഖ്യ. അതിൽ 60ഓളം എപ്പോഴും കറവയിലാണ്. വ്യക്തമായി നടന്നു പോകാനുള്ള ഇടനാഴികളുണ്ട്. പൈക്കൾക്ക് കുളമ്പുറച്ച് നിൽക്കുവാനായി ഉറച്ച കോൺക്രീറ്റ് തറകൾ, വിശാലമായ തീറ്റത്തൊട്ടികൾ, വെള്ളം കുടിക്കുവാൻ പ്രത്യേക അറകൾ. വെയിലിൻ്റെ വീരിനെ തടയുന്നത് ഇവിടെ ഓടാണ്. പതിവ് പോലെ കോൺക്രീറ്റോ ഫൈബർ ഷീറ്റുകളോ അല്ല. 200ഓളം വരുന്ന പൈക്കളിൽ ഏതാണ്ട് 50% ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കളാണ്. അയർലൻഡുകാരികളാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കൾ. കറുപ്പും വെളുപ്പുമാണ് ഹോൾസ്റ്റൈൻ്റെ അഴക്. വർഷത്തിൽ 305ഓളം പാൽ ദിനങ്ങൾ ഹോൾസ്റ്റൈൻ പൈക്കൾക്കുണ്ട്. പാൽക്കൊഴുപ്പ് അല്പം കുറവെങ്കിലും സുദീർഘമായ കറവയിൽ അവർ കീർത്തി കേട്ടവരാണ്. ബാക്കി 25% പൈക്കളും ജേഴ്സി വിഭാഗത്തിൽപ്പെടുന്നതാണ്. സങ്കരയിനം ജേഴ്സി. ജേഴ്സി ഐലൻഡിൽ പിറന്നവരാണ് ജേഴ്സി പൈക്കൾ. പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടവും ചെമ്പൻ തവിടിൻ്റെ നിറവുമൊക്കെ അവരുടെ അഴകിന് മാറ്റുകൂട്ടുന്നുണ്ട്. കറവ ദിനങ്ങൾ അല്പം കുറയും. ഏതാണ്ട് 270 മുതൽ 280 കറവ ദിനങ്ങളെ ജേഴ്സിക്കുള്ളൂ.
എങ്കിലും പാൽക്കൊഴുപ്പിൽ അവർ എപ്പോഴും മുന്നിലാണ് നിൽക്കുക. പൈക്കളെ കൂടാതെ അജവൃന്ദവും സൂകരവൃന്ദവും മുയൽക്കുട്ടന്മാരുമൊക്കെ ഈ ക്യാമ്പസിലുണ്ട്. അവരെ കൂടി കാണേണ്ടതായുണ്ട്. അതിനു മുമ്പ് കാലിത്തൊഴുത്തിലെ ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്നും രണ്ടുമല്ല, പ്രതിദിനം 600 ലിറ്ററോളം പാലാണ് ഫാമിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. പുറത്തുള്ള സെയിൽസ് കൗണ്ടറിൽ അത് അപ്പോൾ തന്നെ വിറ്റുതീരുകയാണ്. ചൂടപ്പം പോലെ വിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ചൂടുപാൽ അപ്പോൾ തന്നെ ഉപഭോക്താക്കൾ കൊണ്ടുപോകും. രാവിലെ 350 ലിറ്ററോളം പാലുണ്ട്. കേവലം 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഗാർഹിക ഉപഭോക്താക്കളുടെ വീട്ടിൽ എത്തിക്കഴിയും. ആഡംബര സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പൈക്കൾ ഈ പാലെല്ലാം ഉണ്ടാക്കുന്നത്. തിന്നാൻ ഒന്നാന്തരം പച്ചപ്പുല്ലുണ്ട്. കുളിർവായു അനായാസന ഒഴുകി പ്രവഹിക്കുവാൻ പങ്കകളുണ്ട്. സംഗീതം കേട്ടു നിൽക്കാൻ അവസരമുണ്ട്. എല്ലാത്തരം സുഖസമൃദ്ധികളുടെയും നടുവിലാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂവാലികൾ. വർഷം 112 പിന്നിടുമ്പോൾ കാലത്തിനൊത്ത സാങ്കേതികതകൾ വേണം എന്ന നിർബന്ധം മൃഗസംരക്ഷണ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡസനോളം പൂവാലികൾക്ക് വാലോട് വാൽ നിൽക്കുവാൻ വേണ്ടിയുള്ള വിശാലമായ മറ്റൊരു കൂടാരം കൂടി ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്തൃതമാണ് ഈ കൂടാരം. വാലോട് വാലാണ് പൈക്കളുടെ ക്രമീകരണം. വിശാലമായ നടപ്പാതകൾ ഇടയ്ക്കുണ്ട്. വെള്ളവും വളവുമൊക്കെ ഒഴുകിപ്പോകാനുള്ള പ്രത്യേകം ചാനലുകൾ എല്ലാം അപ്പോൾ തന്നെ നീക്കുവാൻ വേണ്ടി ജീവനക്കാർ. വിശാലമായ തീറ്റത്തൊട്ടികൾ, വെള്ളം കുടിക്കുവാനുള്ള സൗകര്യം. പൈക്കൾക്ക് കറവ ഏറെയും കറവയന്ത്രം ഉപയോഗിച്ചാണ്. ഒരേ സമയം 2 പൈക്കളെ കറക്കാൻ കഴിയുന്ന രീതിയിൽ കറവയന്ത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 5-നും ഉച്ചയ്ക്ക് 12-നുമാണ് കറവ. ഏതാണ്ട് 15 ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഉയർന്ന കറവയുള്ള പൈക്കൾക്കാണ് ഈ കൂടാരത്തിൽ സ്ഥാനം. ഒന്നാന്തരം തീറ്റയുടെ ക്രമീകരണങ്ങളും ഫാമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദ്രീകൃത തീറ്റയും സൈലേജുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പച്ചപ്പുല്ല് യഥേഷ്ടം പൈക്കൾക്ക് നൽകുന്നുണ്ട്. സൈലേജ് ആകട്ടെ പുറത്തുനിന്ന് എത്തിച്ച് ബെഡ് സ്റ്റോറേജിൽ കൃത്യമായി സ്റ്റോക്ക് ചെയ്യുന്നു. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൊട്ടിച്ച് പൈക്കൾക്ക് കൊടുക്കുന്നതോടെ അവർ ആവേശഭരിതരായി ഉത്സാഹനിർഭരരായി തീറ്റ തിന്നാൻ വരുന്ന കാഴ്ച കൂടി ഞങ്ങൾ കണ്ടു. സാന്ദ്രീകൃത തീറ്റ മറ്റൊരു ഘടകം കൂടിയാണ്. ഒന്നാന്തരം പോഷകങ്ങളും കാലത്തിനൊത്ത സാങ്കേതികതകളും ഒരുമിക്കുമ്പോഴേക്കും തിരുവനന്തപുരം നഗരിയുടെ ഒരു പാൽക്കുടമായി ഫാം മാറുകയാണ്. തിരുവനന്തപുരം ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാമിൻ്റെ മേധാവി ഡോക്ടർ ബോബി എസ് മാനുവൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ബോബി. നമസ്കാരം. ഇപ്പോൾ ഈ ഒരു രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയൊരു ഫാം ഏതാണ്ട് 112 വർഷങ്ങൾ പിന്നിടുന്നു. അങ്ങനെ നോക്കിയാൽ ആ കാലത്ത് നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ അത്രയും ഒരു പുരോഗതി ഉണ്ടായെന്ന് വിലയിരുത്താൻ കഴിയും. നമുക്ക് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വളരെ അന്ന് 95 ഏക്കറോളം കൂടി സ്ഥലത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ വളരെ സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. എന്നാലും ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് മികച്ച പ്രവർത്തനം തന്നെയാണ് ഫാം നടത്തുന്നത്. അതിൽ വേറെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. കുറച്ച് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. ഈ ഫാമിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 500 ലിറ്റർ പാല് ദിവസം 500 പേർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പശുക്കുട്ടികൾ കൊടുക്കുന്നുണ്ട്, ആട്ടിൻകുട്ടികൾ കൊടുക്കുന്നുണ്ട്, പന്നിക്കുട്ടികൾ കൊടുക്കുന്നുണ്ട്, പിന്നെ മുയലിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഫാമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സാധാരണ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഫാമിനെ ഉറ്റുനോക്കുന്നത് പാൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും ഈ ഫാമിൽ നിന്നൊരു പാസ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പാലിൻ്റെ പ്രത്യേകത? ഒരു 1500 പേര് അപേക്ഷിക്കുമ്പോഴും നമുക്കൊരു 500 പേർക്ക് മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഏറ്റവും നല്ല ഫ്രഷ് മിൽക്ക്, ഫാം ഫ്രഷ് മിൽക്കായിട്ട് തന്നെയാണ് കറന്നെടുക്കുന്ന അതേ സമയം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കർഷകർക്ക് കൊടുക്കുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. യാതൊരു മായവും ഇല്ലാതെ കർഷകർക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാൽ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഓരോ വർഷം കഴിയുന്തോറും ഇതിനുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതനുസരിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്നിക്കുട്ടികളെ ആട്ടിൻകുട്ടികളെയൊക്കെ വാങ്ങണമെങ്കിൽ അവർ എവിടെയാണ് സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്? ഫാം ഓഫീസിലെ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ നമ്മൾ വർക്കിംഗ് ഡേ എല്ലാം ബുക്കിംഗ് ഉണ്ട്. വെറ്റിനറി സർജന്മാരായിട്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ദിവസവും ബുക്കിംഗ് എടുക്കുന്നുണ്ട്. പക്ഷേ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അതാ ബുദ്ധിമുട്ടുള്ളത്. മലബാർ യാർഡുകളുടെ ഒരു വൻ ശേഖരത്തിനും ഫാമിൽ സ്ഥാനമുണ്ട്. അവർക്കായി
ഒരു പ്രത്യേക കൂടാരം തന്നെയുണ്ട്. 7 മീറ്റർ വീതിയിലും 35 മീറ്റർ നീളത്തിലുമാണ് കൂടാരത്തിൻ്റെ ഘടന. ഏതാണ്ട് 12 അടി ഉയരത്തിലാണ് ആടുകൾ നിൽക്കുക. താഴെ നല്ല കോൺക്രീറ്റ് തറകളാണ്. ഇവിടേക്കാണ് വെള്ളവും വളവുമൊക്കെ വന്നു വീഴുന്നത്. അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യാൻ സംവിധാനമുണ്ട്. ആടുകൾ നിൽക്കുന്നതാകട്ടെ സ്ലാറ്റ് ഫ്ലോർ എന്ന ഉയർന്ന സാങ്കേതികതയുള്ള നിരപ്പിലാണ്. ജർമ്മനിയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ സ്ലാറ്റ് ഫ്ലോറുകൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ട് 1 പതിറ്റാണ്ടേ ആകുന്നുള്ളൂ. എത്ര വേണമെങ്കിലും വിസ്തൃതി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് സ്ലാറ്റ് ഫ്ലോറുകളുടെ ഒരു പ്രത്യേകത. മാത്രവുമല്ല എപ്പോഴും വൃത്തിയാക്കുവാൻ എളുപ്പം. സുദീർഘമായൊരു കാലം അവ നിലനിൽക്കുകയും ചെയ്യും. വെയിലിൻ്റെ വീറിനെ തടയുവാനായി ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളുടെ മേൽക്കൂരയുണ്ട്. കുളിർവായു അനായാസന അകത്തേക്ക് കയറിപ്പോകാനാണ് അതിർത്തികൾ. ആട്ടിൻകൂട്ടിൽ തന്നെ പല സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുട്ടനാടുകൾക്ക് പ്രത്യേകം, ചെനയാടുകൾക്ക് പ്രത്യേകം, കറവയുള്ളവർക്ക് പ്രത്യേകം, കുട്ടികൾക്ക് പ്രത്യേകം എന്നിങ്ങനെ കൂടുകൾ കള്ളികളായി തിരിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുവാനായി ഒന്നാം തരം സൗകര്യങ്ങളാണ് കൂടാരത്തിനുള്ളിൽ ഒരുങ്ങിയിരിക്കുന്നത്. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ തമ്മിൽ ഇണചേർക്കുകയില്ല. ഇതാണ് ഫാമിൻ്റെ ആട് വിജയത്തിൻ്റെ പ്രജനന മന്ത്രം. അടുത്ത രക്തബന്ധമുള്ള ആടുകൾ ഇണചേർന്നാൽ ഉണ്ടാകുന്ന തലമുറ ചൈതന്യമറ്റതാകും. അത് ഫാം അധികൃതർക്കറിയാം. 20 പെണ്ണാടുകൾക്ക് ഒരു മുട്ടൻ എന്ന രീതിയിലാണ് ക്രമീകരണം. മലബാറി ആടുകളാണ് ഏറെയും. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തനത് ഇനങ്ങളാണ് മലബാറി ആടുകൾ. അറേബ്യൻ വ്യാപാരികൾ കച്ചവടത്തിലേക്ക് കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന അറേബ്യൻ ആടുകളും നമ്മുടെ നാടൻ ആടുകളും ഇണചേർന്നുണ്ടായവരാണ് മലബാറി ആടുകൾ. ക്രമേണ അവർ കേരളത്തിൻ്റെ ജനുസായി മാറി. ഇറച്ചിക്കും പാലിനും ഏറെ യോജിച്ചവരാണ് മലബാറികൾ. മലബാറിയുടെ മീറ്റ് ഇന്ത്യൻ പട്ടാളത്തിന് പോലും ഏറെ പ്രിയങ്കരമാണ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ആടുകൾക്കുള്ള തീറ്റ വെറ്ററിനറി സർവകലാശാലയിൽ നിന്നാണ് എത്തിക്കുക. ആടുകൾക്ക് ദിവസവും 1/2 കിലോയോളം സാന്ദ്രീകൃത തീറ്റയുണ്ട്. മുതിർന്ന ആടുകൾക്ക് പ്രത്യേകിച്ചും. സുബാബുൾ, പ്ലാവില, ഇലഞ്ഞിയില ഇങ്ങനെ കയ്പുള്ള ഇലകളാണ് ആടുകൾക്ക് പ്രിയം. അത് യഥേഷ്ടം എത്തിക്കുവാൻ ജീവനക്കാരുമുണ്ട്. എന്തായാലും 60ഓളം ആടുകൾക്ക് സുഖശീതളമായ കാലാവസ്ഥയിൽ നിൽക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫാമിൽ. ആട്ടിൻകുട്ടികളാണ് ആട് ഫാമിൻ്റെ ലാഭം. അത് എല്ലാ വർഷവും കൃത്യമായി വിൽപ്പനയും നടക്കുന്നുണ്ട്. ട്രെയിനിങ് പൂർത്തിയായവർക്ക് സ്വാഭാവികമായും പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ തീർത്തും ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടാറുണ്ട്. നേരിട്ട് കാണുന്ന ഒരു അനുഭവം അത് തീർത്തും പ്രായോഗിക തലത്തിൽ കാണുമ്പോൾ മാത്രമേ അത് കർഷകർക്കത് ഒരു പഠനമുറിയിൽ നിന്നും പുറത്തു വന്ന് ഒരു പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഫാം കാണുമ്പോൾ തീർത്തും അവർക്ക് വളരെ നല്ല അനുഭവമാണ് ഉണ്ടാകാറുള്ളത്. പശു വളർത്തൽ, ആട് വളർത്തൽ, മുയൽ വളർത്തൽ തുടങ്ങിയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കർഷകർ ഇത്തരം ഫാമുകൾ സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടി കണ്ട് പ്രായോഗിക തലത്തിൽ അവർക്കത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. തീർത്തും നല്ലൊരു ഫാമാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഫാമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പരിമിതമായ സാഹചര്യങ്ങളിൽ, അതായത് വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഫാമാണ്. സാധാരണ വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ കൂടുതൽ ലാൻഡൊന്നും കാണത്തില്ല. അപ്പോൾ ചെറിയ സ്ഥലത്ത് എങ്ങനെ ഒരു കൂടുതൽ മൃഗങ്ങളെ, അതായത് പശു ആയാലും ആടായാലും മുയലായാലും അത്തരം പ്രവർത്തനങ്ങളെല്ലാം കൂടെ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാം കാണുന്നതിൽ അവർക്ക് സംതൃപ്തി കിട്ടാറുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുമുണ്ട്. മുയൽക്കുട്ടന്മാർ ചാടിക്കളിക്കുന്ന പുൽമേടുകളുണ്ട് ഫാമിൽ. ഒന്നാം തരം ഒരു മുയൽ കൂടാരവും. മുയൽ കൂടാരത്തിനുള്ളിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട്. ന്യൂസിലൻഡ് വൈറ്റാണ് പ്രധാന മുയലിനം. ഏതാണ്ട് 5 ഡസനോളം വരും അവരുടെ സംഖ്യ. ഇറച്ചി മുയലാണ് ന്യൂസിലൻഡ് വൈറ്റ്. പൂർണ്ണ വളർച്ചയിൽ ഏതാണ്ട് 5 കിലോ തൂക്കമെത്താൻ തയ്യാർ. 30 മുതൽ 32 ദിവസമാണ് മുയലുകളുടെ ഗർഭകാലം. വർഷത്തിൽ 50ഓളം കുട്ടികളെ കിട്ടും എന്നുള്ളതാണ് മുയലിൻ്റെ മേന്മ. ഒരു പ്രസവത്തിൽ 8 മുതൽ 12 വരെ കുഞ്ഞുങ്ങളെ നൽകുവാൻ മുയൽക്കുട്ടന്മാർ തയ്യാറാണ്. മുയലിറച്ചിക്കും മുയൽ തുകലിനുമൊക്കെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന കാലം കൂടിയാണിത്. ഫാമിൽ നിന്നും മുയൽ കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകുന്നുണ്ട്. മുയലമ്മമാർക്കും മുയലച്ഛന്മാർക്കും പാർക്കുവാനായി വിശാലമായ കൂടാരങ്ങളുണ്ട്. 90 സെൻറ്റിമീറ്റർ നീളത്തിലും 90 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള വലക്കണ്ണി കൂടുകളിലാണ് മുയലുകളുടെ വാസം. കാലഘട്ടത്തിന് യോജിച്ച വളർത്തുമൃഗങ്ങൾ എന്ന നിലയിൽ പന്നികൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പന്നികൾക്കായും
ഒരു നല്ല കൂടാരമുണ്ടാക്കുവാൻ അധികൃതർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം വരും സൂകരവൃന്ദം. ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ലാൻഡ്രേസ്, ഡ്യൂറോക്ക് എന്നീ പ്രസിദ്ധമായ പന്നി ഇനങ്ങളാണ് സൂകരവൃന്ദത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ തന്നെ അവരുടെ ഒന്നാം തരം ഒരു മാതൃശേഖരം ജില്ലാ കന്നുകാലി ഫാം ഒരുക്കിയിരിക്കുന്നു. ലാർജ് വൈറ്റ് പന്നികളെയും ലാൻഡ്രേസ് പന്നികളെയും തമ്മിൽ ഇണചേർത്ത് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ 1 വർഷം വരെ വളർത്തി ഇറച്ചിപ്പന്നികളായ ഡ്യൂറോക്കുമായി ഇണചേർത്താണ് 3ാം തലമുറ സന്തതി പരമ്പര ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള 3-വേ ക്രോസിങ്ങിലൂടെ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ 1ാം തരം സങ്കര പന്നികളാവും. അവർക്ക് ചൈതന്യം വർദ്ധിക്കും. ഇറച്ചിമൃഗമെന്ന നിലയിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്കാണ് ഡിമാൻഡ് ഏറെ. ഫാമിൽ നിന്നും കർഷകർക്ക് നൽകുന്നതും ഈ 3-വേ ക്രോസ് കുഞ്ഞുങ്ങളെ തന്നെ. ഏതാണ്ട് 6 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലുമുള്ള കള്ളികളിലാണ് പന്നികളുടെ വാസം. ഇത്തരം കള്ളികൾ ഉൾപ്പെടുന്ന ഒരു വലിയ കൂടാരം തന്നെ വൃക്ഷത്തണലിൽ ഒരുക്കിയിട്ടുണ്ട്. പന്നി ഫാമിൽ നിന്നും വളവും വെള്ളവുമൊക്കെ കൃത്യമായി ഒഴുകി കൃഷിയിടങ്ങളിലേക്ക് എത്തുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഒരു പ്രസവപ്പുരയും ഫാമിൽ തീർത്തിട്ടുണ്ട്. 3 മാസവും 3 ആഴ്ചയും 3 ദിവസവുമാണ് പന്നികളുടെ ഗർഭകാലം. കൃത്യമായി പറഞ്ഞാൽ 114 ദിവസം. 8 മുതൽ 14 വരെ പന്നിക്കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിൽ ഉണ്ടാകാറുണ്ട്. മാതൃഗുണം കൂടിയ പന്നികളാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറും ലാൻഡ്രേസും. പന്നിക്കുഞ്ഞുങ്ങൾക്കായി പ്രത്യേക സംരക്ഷണം തന്നെ ഫാമിൽ നൽകുന്നുണ്ട്. പന്നിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യകാലത്ത് ഉണ്ടാകാവുന്ന രോഗമാണ് പിഗ്ലെറ്റ് അനീമിയ അഥവാ വിളർച്ച രോഗം. ഇരുമ്പ് സത്ത് കുറയുന്നത് മൂലമാണ് ഈ രോഗം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇരുമ്പ് സത്തിൻ്റെ ഇഞ്ചക്ഷൻ പ്രസവിച്ച് ആദ്യ ദിനത്തിലോ 2ാം ദിനത്തിലോ തന്നെ ഫാമിൽ നൽകും. ഡോക്ടർ അനു ശിവനും ഡോക്ടർ ദേവി എസ് നായർക്കുമാണ് അതിൻ്റെ പ്രത്യേക ചുമതല. പന്നിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യ ആഴ്ച കുത്തിവയ്പ്പ് നൽകിയാൽ പിന്നീട് വിളർച്ച എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിൽ ഒരു ബൂസ്റ്റർ ഇഞ്ചക്ഷൻ കൂടി നൽകാം. അക്കാര്യത്തിലും സൂക്ഷ്മ ശ്രദ്ധ അധികൃതർക്കുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആട്ടിൻ കുട്ടികൾ, അതോടൊപ്പം തന്നെ മുയൽ കുഞ്ഞുങ്ങൾ, പന്നിക്കുഞ്ഞുങ്ങൾ ഇതിനെയൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില? ആട്ടിൻകുട്ടിക്ക് 2 മാസമായ ആട്ടിൻകുട്ടിക്ക് 2000 രൂപ നിരക്കിലാണ് കൊടുക്കുന്നത്. പന്നിക്കുട്ടിക്ക് കിലോ 350 രൂപയും പിന്നെ മുയൽ കുഞ്ഞിന് 175 രൂപയും അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നിലവിൽ നല്ല ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് അനുസരിച്ച് നമുക്കത് കൊടുക്കാനായിട്ട് കുറച്ച് ഒരു 1-2 വർഷത്തെ താമസം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 32ഓളം സാങ്കേതിക ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ 45ഓളം തൊഴിലാളികൾ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഐക്യം എങ്ങനെയാണ് ഈ ഫാമിൻ്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്നതിൽ പങ്കുവയ്ക്കുന്നത്? ഫാം ശരിക്കും ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ എല്ലാവർക്കും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണുള്ളത്. നമ്മൾ ആരുമായിട്ടും വലിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിൻ്റെ അടുത്തൊരു താങ്കൾ മേധാവിയായിരിക്കുന്ന ഒരു ഫാം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, താങ്കളുടെ ഒരു സ്വപ്നം എന്താണ്? ഇവിടെ ഏകദേശം ഒരു 105 വർഷം പഴക്കമുള്ള ഒരു ഫാമാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടെ പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ഇവിടെ ഒരു വൈകുന്നേരങ്ങളിൽ വന്ന് ഫാമിന് ഒരു കുടുംബമായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫാം ടൂറിസം പോലെയുള്ള ഒരു പ്രോജക്റ്റും പുതുതായിട്ട് 1-2 ഷെഡുകളും അതിനാവശ്യമുള്ള അതിന് പുൽകൃഷി നടത്താനായിട്ട് കുറച്ച് സ്ഥലവും നമുക്കിവിടെ തന്നെ ഉപയോഗിക്കാതെ കുറേ സ്ഥലം കിടപ്പുണ്ട്. അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഞങ്ങളതിൽ പുൽകൃഷി നടത്തി കുറച്ചുകൂടെ ഫണ്ട് ലഭ്യത നോക്കുന്നുണ്ട്. മിക്കവാറും ഒരു 2 വർഷത്തിനുള്ളിൽ വളരെ നല്ലൊരു വ്യത്യാസം ഈ ഫാമിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു ഫാം ടൂറിസം ഡെസ്റ്റിനേഷനായി ഇത് മാറും തീർച്ചയായിട്ടും. വൈകുന്നേരങ്ങളിൽ ഒരു കുടുംബമായിട്ട് ഇവിടെ വന്ന് നല്ല രീതിയിൽ അത്യാധുനിക ഒരു ഫാം സന്ദർശിച്ച് ഒരു 1-2 മണിക്കൂറൂടെ ചിലവഴിച്ച് പോകുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. എല്ലാം ഒരു 2 വർഷത്തിനകത്ത് നടക്കും. അധ്വാനവും പ്രതിബദ്ധതയും ഒന്നിച്ചു ചേർന്നാൽ ആ വിജയപതാക ആകാശത്തോളം ഉയരും. അതാണ് ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാം വിളംബരം ചെയ്യുന്നത്. നേരാം ഭാവുകങ്ങൾ.